ഹായ്, മെറ്റിൽഡ എഫക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? മെറ്റിൽഡ എഫക്റ്റോ? അതെന്നാ സാധനം? ഫെബ്രുവരി 11th ആണ് ഇന്റർനാഷണൽ ഡേ ഓഫ് വിമൻ ആൻഡ് ഗേൾസ് ഇൻ സയൻസ്. എല്ലാവരും സ്റ്റാറ്റസ് ഇടും ഹാപ്പി വിമൻ ഇൻ സയൻസ് ഡേ എന്നൊക്കെ. പക്ഷേ നമ്മൾ ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ എത്ര സ്ത്രീകളാണ് ഈ സയൻസ് ലോകത്ത് ഇൻവിസിബിൾ ആയി പോയിട്ടുണ്ടെന്ന്? നമ്മൾ സ്കൂളിൽ പഠിച്ച പല ഡിസ്കവറീസിന്റെയും പിന്നിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പക്ഷേ ഹിസ്റ്ററി ബുക്സ് തുറന്നു നോക്കിയാൽ നെയിംസ് നോട്ട് ഫൗണ്ട്. ഇതിനെയാണ് നമ്മൾ മെറ്റിൽഡ എഫക്റ്റ് എന്ന് പറയുന്നത്. ബേസിക്കലി പെൺകുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ക്രെഡിറ്റ് പ്യുവറായി മെയിൽ കൊളീഗ്സ് കൊണ്ടുപോവുക. സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കും, ക്രെഡിറ്റ് വേറെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകും. ഈ മെറ്റിൽഡ എന്ന പേര് എങ്ങനെ വന്നു എന്നറിയോ? മെറ്റിൽഡ ജോസ്ലിൻ ഗേജ് 19th സെഞ്ചുറിയിലുള്ള ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു പുള്ളിക്കാരി. ഇവരാണ് ആദ്യമായിട്ട് ഇത് ഒബ്സർവ് ചെയ്യുന്നത്. ഇമാജിൻ, ഒരു ലാബിൽ പകലും രാത്രിയും കഷ്ടപ്പെട്ട ഒരു ലേഡി ഒരു റിസൾട്ട് കണ്ടുപിടിക്കുന്നു. പക്ഷേ പേപ്പർ പബ്ലിഷ് ചെയ്യുമ്പോൾ ലാബിലെ ഹെഡിന്റെ പേരിലായിരിക്കും വരുന്നത്. പിന്നെ നമ്മളെല്ലാവരും ആ ഹെഡിന്റെ പേര് മാത്രം ഓർക്കുന്നു. ഇറ്റ്സ് ലൈക്ക് എ സിസ്റ്റമാറ്റിക് ഡിലീഷൻ. ഇത് ഇപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഓൾഡ് ഹിസ്റ്ററി. ഈവൻ ടുഡേ റിസർച്ച് പേപ്പേഴ്സിൽ വിമൻ സയന്റിസ്റ്റിനെ സൈറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. നമ്മളൊരു 3 പേരുടെ കാര്യം നോക്കാം. റോസ്ലിൻ ഫ്രാങ്ക്ലിൻ. DNA ഡബിൾ ഹെലിക്സ് നമ്മളെല്ലാവരും വാട്സൺ ആൻഡ് ക്രിക്കിന്റെ പേരിലല്ലേ പഠിച്ചിട്ടുള്ളത്. പക്ഷെ സത്യം പറഞ്ഞാൽ റോസ്ലിന്റെ ഫോട്ടോ 51 ഇല്ലെങ്കിൽ അവർ അത് കണ്ടുപിടിക്കില്ലായിരുന്നു. പക്ഷെ ക്രെഡിറ്റ് ഗോൺ. ജോസ്ലിൻ ബേർണൽ. ഇവരാണ് പൾസേഴ്സ് കണ്ടുപിടിച്ചത്. ഹെർ സൂപ്പർവൈസർ ആൻഡ് അതർ മെയിൽ കൊളീഗ്സ് വോൺ ദ നോബൽ പ്രൈസ്. ജോസ്ലിൻ എന്ത് കിട്ടി? ഒരു താങ്ക് യു പോലും നല്ലപോലെ കിട്ടിയില്ല. അപ്പോഴാണ് ലിസി മേർട്ട്നർ. ന്യൂക്ലിയർ ഫിഷനിൽ ഇവരുടെ റോൾ വലുതായിരുന്നു. പക്ഷെ നോബൽ പ്രൈസ് കൊണ്ടുപോയത് ഓട്ട്മാൻ ഹോമൻ മാത്രം. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ദേഷ്യം വരില്ലേ? എന്താണ് നമ്മുടെ നാട്ടിന്റെ സ്ഥിതി? നമ്മുടെ കേരളത്തിൽ പോലും എത്ര ഫീമെയിൽ റിസർച്ചേഴ്സ് ഉണ്ട്? അവരുടെ കോൺട്രിബ്യൂഷൻസ് എത്ര പേർ അറിയുന്നുണ്ട്? സോ ഈ ഇന്റർനാഷണൽ ഡേ ഓഫ് വിമൻ ആൻഡ് ഗേൾസ് ഇൻ സയൻസ് വരുമ്പോൾ നമ്മൾ വെറുതെ ഒരു വിഷ് കൊടുത്താൽ മാത്രം പോരാ. വി നീഡ് ടു ടോക്ക് അബൌട്ട് ദിസ് ഇഫക്റ്റ്. മെറ്റിൽഡ ഇഫക്റ്റ് കാരണം പല പെൺകുട്ടികളും സയൻസ് ഫീൽഡിൽ നിന്ന് മടുത്തു പോകുന്നുണ്ട്. നമുക്ക് ക്രെഡിറ്റ് കിട്ടില്ല, പിന്നെ എന്തിനാ എന്ന തോന്നലാണ്. സയൻസിൽ ജെൻഡറിനു പകരം ബ്രെയിനിനാണ് കാര്യം. പെൺകുട്ടികൾ ലാബിലേക്ക് വരണം, അവരുടെ വോയിസ് കേൾക്കണം. ഹിസ്റ്ററിയിൽ പോയ ക്രെഡിറ്റ് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഫ്യൂച്ചറിൽ അത് നടക്കാതെ നോക്കാം. ഇന്ന് ഞാൻ പറഞ്ഞ ഈ നെയിംസ് റോസ്ലിൻ, ജോസ്ലിൻ, ലിസി, ഇതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ. അവരെ പറ്റി വായിക്കൂ. അതാണ് ഇന്ന് ഈ ദിവസത്തെ റിയൽ സക്സസ്. സോ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നമ്മുടെ ഫ്രണ്ട്സിന്, എസ്പെഷ്യലി സയൻസ് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഇത് അയച്ചു കൊടുക്കുക. ടെൽ ദം their work matters. ഇനിയും ഇതുപോലെ ഒരു ഹിഡൻ സ്റ്റോറീസ് വേണമെങ്കിൽ കമന്റ് ചെയ്യൂ. Catch you on the next video. Thank you.